ഹലോ ഹായ് നമസ്കാരം. സഹകാരി PSCയുടെ പുതിയൊരു PYQ സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 32/2025 റീസെന്റ് ആയിട്ട് 2025 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിലെ ഒരു ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഒരു 70 GK ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചവർക്ക് ഒരു റിവിഷനും ആവും, അല്ലാത്തവർക്ക് ഓരോ ചോദ്യവും ഓരോ മാർക്കാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ വരുന്ന പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ് കേട്ടോ. ഓപ്ഷൻ ഒന്നും ഞാൻ വായിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോവാം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള, കേരള ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. അടുത്ത് നോക്കിക്കേ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഏത് ഗ്രന്ഥത്തിലാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണം എന്ന് പറയുന്നത്? 1.25 കോടി മലയാളികൾ. നമ്മുടെ EMS നമ്പൂതിരിപ്പാടിന്റെ 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ഓപ്ഷൻ ഡി, ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഏത് സ്ഥലത്തെ പ്രതിനിധീകരിച്ചാണ് നാനാ സാഹിബ് ഉണ്ടായിരുന്നത്? ഏതാണടാ? കാൺപൂർ. ഏതാണ്? കാൺപൂർ സ്ഥലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു നാനാ സാഹിബ് ഉണ്ടായിരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? എവിടെയാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്? ഫിലാഡൽഫിയയിലാണ് അല്ലെ? ഓപ്ഷൻ ബി, ഫിലാഡൽഫിയയിലാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആരാണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ? അന്റോണിയോ ഗുട്ടറസ് അല്ലെ? ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണിത്. ഇനി വരുന്ന പരീക്ഷകളിലും കാണും. അന്റോണിയോ ഗുട്ടറസിനെ കുറിച്ച് ചോദിക്കാത്ത ഒരു ചോദ്യ പേപ്പർ പോലും കാണില്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ചക്രവാദം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഏതാണടാ? പ്രാദേശിക വാദമാണ്. അപ്പൊ ഓപ്ഷൻ സി ആയിട്ടുള്ള ചക്രവാദമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ബന്ധമില്ലാത്ത സവിശേഷത എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബന്ധമില്ലാത്തത് ഏതാണ്? ഇവിടെ നോക്കിക്കേ, ഒന്ന് നമുക്ക് വായിക്കാം. ഈ ശിലയെ പ്രാഥമിക ശില എന്നും വിളിക്കുന്നു. അത് ശരിയാണല്ലേ? പ്രാഥമിക ശില എന്നും ആഗ്നേയശിലയെ വിളിക്കുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ള എന്താടാ? ഈ ശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട് ആണ്. അതെ, ആഗ്നേയശിലയ്ക്കുള്ള ഉദാഹരണമാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. അതും ശരിയാണ്. അടുത്തത് നോക്കിക്കേ. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. അത് തെറ്റാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കാണുന്ന ശില ആഗ്നേയശിലയല്ല. അപ്പൊ അതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അതുപോലെ ഓപ്ഷൻ ഡി നോക്കിക്കേ. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു എന്ന് പറയുന്നതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആഗ്നേയശിലയാണ് എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെടാ ക്ലിഫ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപത്തെയാണ് ക്ലിഫ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം. എന്താണ് ക്ലിഫ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപത്തെയാണ് ക്ലിഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എയിൽ അപവഹന ഗർത്തം, കൂൺ ശിലകൾ, അതുപോലെ ടെറായി, ഓപ്ഷൻ ഡിയിൽ മണൽമേടുകൾ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ടെറായി ആണ്. ഓപ്ഷൻ സി, ടെറായി ആണ് കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം. അടുത്ത നോക്കിക്കേ. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ഇതിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ നോക്കുക. കുറ്റ്യാടി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ശരിയാണ്.
ഓപ്ഷൻ ബി നോക്കിക്കേ, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അതും ശരിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്ത നോക്കിക്കേ, ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണടാ? തൃശൂർ ജില്ലയിൽ തന്നെയാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് എന്താ? കല്ലട ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കൊല്ലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ PSC എന്ത് ചെയ്തു? ഈ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തു. കാരണം ഇവിടെ ശരിയല്ലാത്തതായിട്ട് ഒരു ഓപ്ഷൻ പോലും ഇല്ല. അങ്ങനെ PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് നോക്കി വെക്കുക. എവിടേക്കാണ് ഓരോ ജില്ലകളിലും സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളൊക്കെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ 12 നോക്കിക്കേ. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ പേര് ഈ അടുത്തായിട്ട് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് മാറ്റിയിട്ടുണ്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. പുതിയ പേരെന്താണ്? വിജയ് ദുർഗ എന്നാണ് പുതിയ പേര് കേട്ടോ. ഇന്ത്യൻ കരസേന വിജയ് ദുർഗ എന്ന പേര് മാറ്റിയ വില്യം ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. അടുത്ത ചോദ്യം നോക്കിക്കേ. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീതി ആയോഗിന്റെ നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് വായിച്ചു നോക്കാം. ആദ്യം എന്താ? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. അത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണോ? അല്ല. അപ്പോ ഓപ്ഷൻ 1 തെറ്റാണ്. അടുത്ത നോക്കിക്കേ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. അടുത്ത നോക്കാം. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നതും നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 2ഉം 3ഉമാണ് ഇവിടെ ഉൾപ്പെടുന്ന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അത് ഉത്തരമായിട്ട് വരുന്നത് ഏതിലാണടാ? ഓപ്ഷൻ ഡിയിലാണ് 2ഉം 3ഉം ശരിയായിട്ട് വരുന്ന പ്രസ്താവന ഉൾക്കൊള്ളുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ. 14ാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്ക് തോന്നാം ഈ ഒരു ചോദ്യം എവിടെ നിന്നായിരിക്കും വന്നതെന്ന് അല്ലെ? കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇത് നമ്മുടെ SCRT പാഠഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലാസ് 8ലെ പഴയ SCRT ഓൾഡ് SCRT ബുക്കിലെ സാമ്പത്തിക ചിന്തകൾ അഥവാ എക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. ആ പാഠഭാഗത്തിൽ തന്നിട്ടുള്ള പ്രസ്താവനകൾ അതുപോലെ എടുത്തു വെച്ചാണ് PSC ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ SCRT പാഠഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പുതിയ SCRTയും പഴയ SCRTയും പഠിക്കണം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം കൃത്യമായിട്ട് SCRTയിൽ തന്നിട്ടുണ്ട്. അത് ശരിയാണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന കാര്യമാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 2 എന്താണെടാ? വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. അത് തെറ്റാണ് കേട്ടോ. വൻകിട വ്യവസായങ്ങൾക്കല്ല, കുടിൽ വ്യവസായങ്ങൾ സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രീസിന് പരിഗണന കൊടുക്കണം എന്നതാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3ാമത്തെ നോക്കിക്കേ. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തയിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഉത്തരമായിട്ട് വരുന്നത്? 1ഉം 3ഉമാണ്. ഉൾപ്പെടുന്നതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഉൾപ്പെടുന്നത് 1ഉം 3ഉം. 1ഉം 3ഉം ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സിയിലാണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഈ ചോദ്യവും ആ പാഠഭാഗത്തിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ആ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മുടെ എക്കണോമിക് തോട്ട്സ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ച് പറയുന്നുണ്ട്. ആദം സ്മിത്തിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ചാണക്യൻ, അമർത്യ സെൻ അവരൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ആ പാഠഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓൾഡ് SCRTയിലും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ SCRT ചാപ്റ്റേഴ്സിലും ഇത് വരുന്നുണ്ട് കേട്ടോ 8ാം ക്ലാസ്സിൽ. അപ്പൊ കൃത്യമായിട്ട് അതും പഠിക്കണം. നമുക്ക് നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡിയാണ് ചോദിക്കുന്നത് കേട്ടോ. തെറ്റായ ജോഡി ഏത്? നോക്കിക്കേ. ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ്. ഓപ്ഷൻ ബിയോ? അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം വെൽഫെയർ എക്കണോമിക്സിലാണ്. അമർത്യ സെൻ വെൽഫെയർ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ഓപ്ഷൻ സി നോക്കിക്കേ. മഹാത്മാഗാന്ധി
ട്രസ്റ്റിഷിപ്പ് അത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അതും നമ്മുടെ SCRT ഒരു ബോക്സിനകത്ത് തന്നെ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത D നോക്കിക്കേ, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തമാണോ? അല്ല, ഡ്രെയിൻ തിയറി ആണ്, ചോർച്ചാ സിദ്ധാന്തമാണ് ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ D തെറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ, താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. 2024 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. 2025 ചോദിച്ച ഒരു ചോദ്യ പേപ്പർ ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 2024 കറണ്ട് അഫയർ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഈ താഴെ തന്നിരിക്കുന്നവയിൽ പത്മവിഭൂഷൺ 2024 ലഭിച്ചത് ആർക്കാണടാ? പത്മ സുബ്രഹ്മണ്യമാണ് കേട്ടോ. 16ാമത്തെ ചോദ്യത്തിലെ ഓപ്ഷൻ A വരുന്ന പത്മ സുബ്രഹ്മണ്യത്തിനാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്കറിയാം മൂലധന ഘടകങ്ങൾ 4 ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിൽ, അതുപോലെ എന്താണ്? മൂലധനം, സംഘാടനം. ഈ 4 ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിലെ മൂലധനത്തിന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മുടെ SCRT പാഠഭാഗത്തിൽ നിന്ന് അതുപോലെ എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്ന മൂലധനത്തിന്റെ സവിശേഷതകൾ. ഈ പോയിന്റ്സ് അതുപോലെ PSC ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തേത് മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. ശരിയാണ്, മൂലധനം മറ്റെല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ നോക്കിക്കേ, മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ്. മൂന്നാമത് നോക്കിക്കേ, മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. അത് തെറ്റാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ് കേട്ടോ. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ട് വരുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന പ്രസ്താവനകൾ ഏതാണ്? ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. അപ്പൊ SCRT പാഠഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൃത്യമായിട്ട് SCRT പാഠഭാഗങ്ങൾ പഠിക്കുക. വെറുതെ നിങ്ങൾ ഇതിപ്പോ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാന്നും പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് വിടരുത്. നമ്മുടെ ചാനലിൽ തന്നെ SCRT സീരീസ് എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് SCRT സീരീസ് ഇപ്പൊ നടക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം ആണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വ്യക്തികൾ ഇവരിൽ ആരെല്ലാം? നമുക്ക് ഓപ്ഷനിൽ നിർമ്മല സീതാരാമൻ തന്നിട്ടുണ്ട്, മൊറാർജി ദേശായി തന്നിട്ടുണ്ട്, അതുപോലെ ചരൺ സിംഗും തന്നിട്ടുണ്ട്. ഇവർ 3 പേരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവരാണ്. അങ്ങനെ വരുമ്പോൾ എന്താണടാ? ഈ 3 പ്രസ്താവനകളും ശരിയാണെന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഓപ്ഷൻ ബിയിലാണ് 3 പ്രസ്താവനകളും ശരിയായിട്ട് വരുന്നത്. അടുത്ത 19ാമത്തെ ചോദ്യം നോക്കിക്കേ, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതും SCRTയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ SCRT പഠിക്കണം. ഇതും SCRTയിൽ നിന്ന് അതുപോലെ എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് തന്നെ എന്ത് ചെയ്യണം? വായിക്കണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. ശരിയാണ്, മുംബൈ ആണ് കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേടാ, ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. അതും ശരിയാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 3ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്ത ഓപ്ഷൻ 3 നോക്കിക്കേ, ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. അത് തെറ്റാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ഏതാണടാ? പരുത്തിയാണ് അല്ലെ, അല്ലെങ്കിൽ കോട്ടനെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. 1ഉം 2ഉം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണടാ? പറഞ്ഞേ, കമന്റ് ചെയ്തേ. 91ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് 91ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പറയുന്നത്? മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ കൂടാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്
91 ഭേദഗതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേടാ. 3/2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ 3/2 ഭാഗമാണോ? അല്ല, 1/3 ആണ്. അപ്പൊ 1/3, ഇവിടെ 2/3 എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ് കേട്ടോ. അടുത്ത നോക്കിക്കേ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അത് ശരിയാണ് അല്ലെ? രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. മൂന്നാമത്തെ പ്രസ്താവന, രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതെ, രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് രാജ്യസഭ അറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. അതെ, ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം ആർക്കില്ല? രാജ്യസഭയ്ക്ക് ഇല്ല എന്ന് പറയുന്നതും ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ 2, 3, 4 അത് ഏതിലാടാ വരുന്നത്? ഓപ്ഷൻ സിയിലാണ് വരുന്നത്. 2, 3, 4 ശരിയായ പ്രസ്താവന. അടുത്ത 22ാമത്തെ ചോദ്യം നോക്കിക്കേടാ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തുങ്കൻ കമ്മിറ്റിയാണ് അല്ലെ? PK തുങ്കൻ കമ്മിറ്റിയാണ് അങ്ങനെ ശുപാർശ ചെയ്തത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ. 23ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ ഉൾപ്പെടാത്തത്? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. അത് 4ാമത്തതിൽ ഉൾപ്പെടുന്നതാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് 4ാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 2ാമത്തെ ഭാഗത്തിൽ എന്താ പറയുന്നത്? ഏകീകൃത സിവിൽ നിയമം, അതിനെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതും ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? സംഘടനാ സ്വാതന്ത്ര്യം, അത് ഉൾപ്പെടുന്നതാണോ? സംഘടനാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. 4 എന്താണ്? പൊതു തൊഴിലിൽ തുല്യ അവസരം, അതും 4ാമത്തതിൽ പറയുന്നില്ല. അപ്പൊ അതും തെറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ 1ഉം 2ഉം ഇവിടെ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ ഡിയിലാണ്. 23ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡിയിലാണ് ഇത് ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 24ാമത്തെ ചോദ്യം നോക്കിക്കേ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും അതുപോലെ ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്? കറണ്ട് അഫയേഴ്സ് ആണ്. സി വിജിൽ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ? പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും അതുപോലെ ക്രമക്കേടുകൾ ഉണ്ടെങ്കിലോ പരാതികൾ ഉണ്ടെങ്കിലോ ഒക്കെ പൗരന്മാർക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണ് സി വിജിൽ. മറന്നു പോകരുത്, ഇനിയും PSC ചോദിക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണോ പ്രതിരോധവും ആണവോർജവും? അതെ, യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധവും ആണവോർജവും ഉൾപ്പെടുന്നത്. അപ്പൊ അത് ശരിയാണ്. രണ്ടാമത്തെ നോക്കിക്കേ. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണോ കൃഷി, മത്സ്യബന്ധനം എന്നിവ? അതെ അല്ലെ, കൃഷിയും മത്സ്യബന്ധനവും ഒക്കെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തത് കൺകറന്റ് ലിസ്റ്റ്. മദ്യനിയന്ത്രണം, ബാങ്കിങ് എന്ന് തന്നിട്ടുണ്ട്. ബാങ്കിങ് ഒക്കെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്, കൺകറന്റ് ലിസ്റ്റിലല്ല. അപ്പൊ അത് എവിടെയാണ്ടാ? തെറ്റാണ്. അപ്പൊ മൂന്നാമത്തത് തെറ്റാണ്. അപ്പൊ ഇതിൽ നിന്നും ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയുള്ളൂ? 1ഉം 2ഉം മാത്രമാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 26ാമത്തെ ചോദ്യം നോക്കുക. എന്താ 26ാമത്തെ ചോദ്യം? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് നിലവിൽ? കിരൺ റിജിജു ആണ്. ഓപ്ഷൻ ഡി, കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്ത 27ാമത്തെ ചോദ്യം നോക്കിക്കേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഡിസംബർ 11 വന്നത്? അല്ല അല്ലെ, 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത നോക്കിക്കേ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അത് ശരിയാണ് അല്ലെ. ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്ത നോക്കിക്കേ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അതും ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 2ഉം 3ഉം മാത്രമാണ്. അത് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്ടാ?
ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരുന്ന ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെയും ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ഒന്നാമത്തെ നോക്കിക്കേ, അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതും ഒരു ലക്ഷ്യമാണ്. 2, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവരാവകാശ നിയമത്തിന്റെ, അതൊരു ലക്ഷ്യമാണ്. അതും ശരിയാണ്. 3, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് അതും ശരിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ശരിയാണ് അല്ലെ. ഇവിടെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 ഓക്കെ. വെറ്റ്ലാൻഡ് ഡേ എന്നാണ് ഫെബ്രുവരി 2 നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. അടുത്ത 30ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാം, വി ശിവൻകുട്ടി. വി ശിവൻകുട്ടിയുടെ ചുമതലയുള്ള മറ്റൊരു വകുപ്പാണ് തൊഴിൽ വകുപ്പ് കേട്ടോ. അപ്പൊ ഇവിടെ ഉത്തരം ആരാണ്? വി ശിവൻകുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ സജി ചെറിയാൻ ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. അത് ഏതൊക്കെയാണ്? ഫിഷറീസ് വകുപ്പുണ്ട്, സാംസ്കാരിക വകുപ്പൊക്കെ സജി ചെറിയാന്റെ ചുമതലയിലുള്ളതാണ്. അതുപോലെ കെ രാജനാണെങ്കിലോ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അല്ലെ. അതുപോലെ വി എൻ വാസവൻ, അദ്ദേഹത്തിന്റെ ചുമതലയിൽ വരുന്ന വകുപ്പ് ഏതൊക്കെയാണടാ? തുറമുഖം വരുന്നുണ്ട്, സഹകരണ മേഖല വരുന്നുണ്ട്. അതുപോലെ ദേവസ്വം വകുപ്പ്. ഇതെല്ലാം ആരുടെയാണ്ടാ? വി എൻ വാസവന്റെ ചുമതലയിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? പറഞ്ഞേ, ആകെ എത്ര രാജ്യസഭാ സീറ്റാണ് കേരളത്തിനുള്ളത്? 9 സീറ്റാണ്, രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിനുള്ളത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ് നിലവിൽ? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് നിലവിൽ കേരള ഗവർണർ. അടുത്ത 33ാമത്തെ ചോദ്യം നോക്കിക്കേ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2024 ചോദിച്ചിരിക്കുന്നത്. ആരാണടാ 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? അതെ, SK വസന്തനാണ് അല്ലെ. 2023 SK വസന്തനായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2025 നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്, 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2023 ആരായിരുന്നടാ? SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. പല്ലിന്റെ ആന്തരഘടന ചുവടെ ഇവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ജോഡിയാണ്. നോക്കിക്കേ, ഒന്നാമത്തത് ഇനാമൽ. ഒന്നാമത്തെ പ്രസ്താവന ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. 2 നോക്കിക്കേ, ഡെന്റൈൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. അതും തെറ്റാണ്. 3 ആണെങ്കിലോ പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗത്തെയാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അത് ശരിയാണ്. 4 നോക്കിക്കേ, സിമന്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമന്റം എന്ന് പറയുന്നത്. അപ്പൊ അതും ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ 3ഉം 4ഉമാണ് ശരി. അത് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്ടാ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് ജീവകത്തെയാണ്, ഏത് വൈറ്റമിനെയാണ് ആന്റി സ്റ്റെറിലിറ്റി എന്നറിയപ്പെടുന്നത്? വൈറ്റമിൻ ഇ. ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി എന്നറിയപ്പെടുന്നത്. 36ാമത്തെ ചോദ്യം നോക്കിക്കേ, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്താനാണ് ഇവിടെയും പറയുന്നത്. ശരിയായ ജോഡി, കോളറ വൈറസ് എന്ന് തന്നിട്ടുണ്ട്. കോളറ വൈറസ് ആണോ? അല്ല, തെറ്റാണ് അല്ലേ. കോളറ ബാക്ടീരിയൽ രോഗമാണ്. അത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു രോഗകാരിയാണ് അതുണ്ടാക്കുന്നത്. അപ്പൊ തെറ്റാണ്. 2 എലിപ്പനി, ലെപ്റ്റോസ്പൈറ, അത് ശരിയാണ് അല്ലെ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിയുടെ രോഗകാരി. 3 നോക്കിക്കേ, സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. അത് വിബ്രിയോ കോളറ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അടുത്ത നോക്കിക്കേ, കുരങ്ങുപനി, അത് ബാക്ടീരിയ രോഗം എന്നാണ് തന്നിരിക്കുന്നത്. അല്ല, വൈറസ് രോഗമാണ്. എംപോക്സ് എന്ന് പറയുന്ന വൈറസ് ആണ് കുരങ്ങുപനി
കാരണമാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഏത് മാത്രമാണെടാ? എലിപ്പനി അല്ലെ? 2 മാത്രമാണ് ശരി. അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏത്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏത്? പദ്ധതികൾ PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട മേഖലയാണ്. ഉറപ്പായിട്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്നും ചോദിക്കാറുണ്ട് PSC. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണെടാ? അമൃതം ആരോഗ്യം പദ്ധതിയാണ്. അതേതാണ്? ഓപ്ഷൻ ബി. 2 മാത്രം എന്ന് പറയുന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, 38ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ജനിതക രോഗങ്ങളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ക്യാൻസർ, സിലിക്കോസിസ്, അത് ജനിതക രോഗമാണോ? അല്ല. ഹീമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ, അതെന്താണെടാ? ജനിതക രോഗമാണ് അല്ലെ? ഹീമോഫിലിയയും സിക്കിൾ സെൽ അനീമിയൊക്കെ ജനിതക രോഗത്തിന് ഉദാഹരണമാണ്. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ്, അത് ജനിതക രോഗമാണോ? അല്ല. 3 അപ്പൊ തെറ്റാണ്. 4 പോളിയോയും ടെറ്റനസും, അതും ജനിതക രോഗം അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് 2 മാത്രം എന്ന് പറയുന്ന ഉത്തരമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായി വരുന്ന ഉത്തരം. 39ാമത്തെ ചോദ്യം നോക്കിക്കേ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട് അല്ലെ? 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണുള്ള? ഉപരിതലം മുതൽ 200 മീറ്റർ ആഴം വരെ ഉള്ളതാകുമ്പോൾ യൂഫോട്ടിക് മേഖല എന്നും, 200 to 1000 മീറ്റർ വരുമ്പോൾ ഡിസ്ഫോട്ടിക് മേഖല എന്നും, 1000 മീറ്ററിന് താഴെയാണെങ്കിലോ എഫോട്ടിക് മേഖല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഉത്തരത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, അത് ശരിയാണ്. രണ്ടാമത്തത് എന്താ? 200 മീറ്ററിനും താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല എന്നാണ് തന്നിട്ടുള്ളത്. തെറ്റാണ് കേട്ടോ. 200 മീറ്റർ ടു 1000 മീറ്റർ എന്ന് പറയുന്നത് ഡിസ്ഫോട്ടിക് മേഖലയാണ്. 3 നോക്കിക്കേ, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല എന്ന് തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. എഫോട്ടിക് മേഖലയാണ് 1000 മീറ്ററിന് താഴെ. അപ്പൊ അതും തെറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 1ാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ. അത് ഉത്തരമായിട്ട് വരുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അല്ലെ? 1 മാത്രം ശരി. ക്ലിയർ ആണല്ലോ? അടുത്തത് 40ാമത്തെ ചോദ്യം നോക്കാം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ഇവിടെ ചോദിക്കുന്നത്. ഏത് രാജ്യമായിരുന്നു പരിസ്ഥിതി ദിനം അല്ലെ? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് 2024 അതെ, സൗദി അറേബ്യ ആണ് അല്ലെ? 3ാമത്തെ ഓപ്ഷനിലായിട്ടുള്ള സൗദി അറേബ്യ. 3 എന്ന് ഉത്തരം തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്ടാ? ഡി ആണ്. ഇവിടെ കണ്ടോ, PSC കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചോദ്യം തരുന്നത്. 3 എന്ന് കാണുമ്പോൾ നമ്മൾ ഓടിപ്പോയി സി എന്നാക്കും. അപ്പൊ ആ സി കറുപ്പിക്കുമ്പോൾ അവിടെ ഉത്തരം തന്നിരിക്കുന്ന ഏതാണ്? 4 ആണ്. അപ്പൊ ക്ലിയർ ആയിട്ട് നോക്കിക്കേ, 3 സൗദി അറേബ്യ, അത് ഓപ്ഷൻ ഡിയിലാണ് തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്തത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണടാ? റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് കേട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് 2025 ആതിഥേയത്വം വഹിച്ചത്. റിപ്പബ്ലിക് ഓഫ് കൊറിയ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? MEN5CV എന്ന് പറയുന്ന ഒരു വാക്സിൻ മെനിഞ്ചൈറ്റിസിനെതിരെ നിർമ്മിച്ച ആദ്യ രാജ്യം, ലോകത്തിലെ തന്നെ ആദ്യ രാജ്യം ഏതാണടാ? നൈജീരിയ ആണ്. നൈജീരിയ ഉത്തരമായിട്ട് വരുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് കേട്ടോ. അടുത്ത ചോദ്യം 43. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മീറ്റർ, പ്രകാശവർഷം, സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതിൽ ഏതാണെടാ കൂട്ടത്തിൽ പെടാത്തത്? അതെ, ഓപ്ഷൻ സി സെക്കൻഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ന്യൂ കാർട്ടീഷ്യൻ രീതി വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെടാ? ഓപ്ഷൻ എ -8 സെന്റിമീറ്റർ ആണ്. 45ാമത്തെ ചോദ്യം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും നല്ല പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ്. കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ChatGPT. അതിന് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലിയാണ്.
അടുത്ത നോക്കിക്കേ, 47ാമത്തെ ചോദ്യം. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് കുമ്മായം അടിച്ചിട്ടുള്ള ചുമരിൽ ഒരു തിളക്കം കാണുന്നത്? കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ് അവിടെ ഒരു തിളക്കം കാണുന്നത്. ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണടാ? ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ ഡൈഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ അയൺ ക്ലോറൈഡ് എന്നും പറയാം. അതുപോലെ ഡൈഹൈഡ്രജനും ഉണ്ടാകുന്നു. 2 ഹൈഡ്രജൻ ആറ്റം കൂടി ചേരുന്നതാണ് ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നത്. അത് ഉണ്ടാകും കേട്ടോ. ഇരുമ്പ് ഫയലുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ അയൺ ക്ലോറൈഡും ഡൈഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അടുത്ത 49ാമത്തെ ചോദ്യം നോക്കിക്കേ. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? എത്ര എണ്ണമാണ് ഡി സബ്ഷെല്ലിൽ കൊള്ളുന്ന പരമാവധി എണ്ണം എന്ന് പറയുന്നത്? 10 ആണ്. 10 ഇലക്ട്രോണുകളാണ് മാക്സിമം ഡി ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത്. അടുത്ത 50ാമത്തെ ചോദ്യം നോക്കിക്കേ. ഡാഷ് ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് ഏതിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഓർ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്? ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ ബി വരുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഓർ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആണ് ഇൽമനൈറ്റ്. അടുത്ത നോക്കിക്കേ. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അക്വേറിയത്തിൽ നിന്ന് വരുന്ന കുമിളകൾ ആദ്യം കുഞ്ഞായിരിക്കും അല്ലെ, പിന്നെ അത് മുകളിലോട്ട് പോകുന്തോറും വലുതായിട്ട് വരും. അത് ഏത് നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമമാണ് കേട്ടോ. അടുത്ത 52ാമത്തെ ചോദ്യം. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാടാണ് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 53ാമത്തെ ചോദ്യം നോക്കിക്കേ. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് PJ ആന്റണിയാണ് കേട്ടോ. നിർമാല്യം എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടനാണ് PJ ആന്റണി. ചിത്രം ഏതാണ്? നിർമാല്യം. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായത് മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. അതെ, ശരിയാണ് അല്ലെ. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണടാ? OV വിജയനാണ്. 2ാമത്തെ പ്രസ്താവന നോക്കിക്കേ. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. അത് ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. മൈമൂന ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. സ്മാരകശില എന്ന് പറയുന്നത് തെറ്റാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ച കഥാപാത്രമാണ് മൈമൂന. അതും തെറ്റാണ് അല്ലെ. OV വിജയൻ സൃഷ്ടിച്ച കഥാപാത്രമാണ് മൈമൂന എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായത് ഏതാണടാ? 1 മാത്രമാണ് ശരി. അത് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. അടുത്ത ചോദ്യം നോക്കിക്കേ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? 2023 കറണ്ട് അഫയർ ആണിത്. 2023 കേന്ദ്ര സാഹിത്യ അവാർഡ് കിട്ടിയ സാഹിത്യ പഠനം എന്ന കാറ്റഗറിയിൽ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എഴുതിയത് ആരാണടാ? EV രാമകൃഷ്ണനാണ് കേട്ടോ. EV രാമകൃഷ്ണനാണ് എഴുതിയത്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1ാമത്തെ നോക്കിക്കേ. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. പിറവി എന്ന് പറയുന്നത് ശരിയാണ്. 2ാമത്തെ പ്രസ്താവന നോക്കിക്കേ. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. അതെ, 1989 മികച്ച സിനിമയ്ക്കും അതുപോലെ സംവിധായകനുമുള്ള അവാർഡ് നേടിയ ഒരു ചിത്രമാണ് പിറവി എന്ന് പറയുന്നത്. അതും ശരിയാണ്. G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. ഇല്ല, G അരവിന്ദന് ദേശീയ അവാർഡ് പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അപ്പൊ അത് തെറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിട്ടുള്ള 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണടാ? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെ. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ് ആണ്. ഓപ്ഷൻ ബി, ജയ്പാൽ സിംഗ് ആണ് ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ.
അടുത്ത 59ാമത്തെ ചോദ്യം, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിക്കുന്നത്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബ്രൗസിംഗ് ചരിത്രവും അതുപോലെ തന്നെ കുക്കീസ് എന്നിവയൊക്കെ സ്റ്റോർ ചെയ്ത് സംഭരിച്ച് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കുക്കീസ് സംഭരിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററീസ് അറിയാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, 60. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ഏത് ടാഗാണ് ഒരു ചിത്രം വരുന്നതിന് വേണ്ടിയിട്ട് HTML പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് IMG ആണ്. ഓപ്പൺ ടാഗും IMG ക്ലോസ് ടാഗ് ഇട്ടാണ് നമ്മൾ ചിത്രം വരുന്നതിന് വേണ്ടിയിട്ട്, ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്തത്, ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. LAN എന്താണ്ടാ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഇതിനിടയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റൗട്ടർ. ഏതാണടാ? ഓപ്ഷൻ ബി വരുന്ന റൗട്ടർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? ഏത് ബോഡിയാണടാ IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്? സർട്ടിൻ ആണ് അല്ലെ? സർട്ടിൻ ആണ്. CERTIN, സർട്ടിൻ. അപ്പൊ അത് ഏതാണ്? ഓപ്ഷൻ ബി, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ആണ് സർട്ടിൻ. അടുത്ത 63ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇൻപുട്ട് ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്ലോട്ടർ ഔട്ട്പുട്ട് ആണ്, സ്പീക്കറും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇൻപുട്ട് ഉപകരണം ഏതാണടാ? സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം. അടുത്ത നോക്കിക്കേ, 64. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിക്കുന്നത് ആരെയാണ്? ഏത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുട്ടി എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്? പോക്സോ നിയമം 2012 അനുസരിച്ച് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികൾ എന്ന നിർവചനത്തിൽ പോക്സോ നിയമം 2012 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? കേന്ദ്ര ഉപഭോക്തൃ സമിതി എത്ര തവണയാണ് ഒരു വർഷത്തിൽ മീറ്റിംഗ് നടത്തിയിരിക്കണം എന്ന് പറയുന്നത്? നിയമത്തിൽ ഒരു തവണയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും കുറഞ്ഞത് നിയമം അനുശാസിക്കുന്നുണ്ട് കേന്ദ്ര ഉപഭോക്തൃ സമിതി മീറ്റിംഗ് കൂടേണ്ടത്. അടുത്ത നോക്കിക്കേ, 66. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര? ദേശീയ വിവരാവകാശ കമ്മീഷനിലാണെങ്കിലും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലാണെങ്കിലും കമ്മീഷണർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ് കേട്ടോ. അടുത്ത നോക്കിക്കേ, ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ജയന്തി പട്നായിക്. ഓപ്ഷൻ സി, ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. അടുത്ത നോക്കിക്കേ, 68ാമത്തെ ചോദ്യം. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്. എയിൽ നോക്കിക്കേ, പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കണം. അത് ശരിയാണ്, നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കണം കേട്ടോ. അടുത്ത നോക്കിക്കേ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കണം കേട്ടോ. പരസ്യം നൽകണം എന്ന് പറയുന്നതും ശരിയാണ്. എങ്കിലേ ജനങ്ങളിൽ അവബോധം ഉണ്ടാവുള്ളൂ. അടുത്ത നോക്കിക്കേ, ഓപ്ഷൻ സി, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കണം എന്ന് പറയുന്നതും ശരിയാണ്. അടുത്ത ഓപ്ഷൻ ഡി, ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതിനുള്ള അവകാശം ഉണ്ട്. അപ്പൊ എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയല്ലാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര അംഗങ്ങളാണടാ? 6 അംഗങ്ങളാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങളും ചെയർപേഴ്സൺ ഉൾപ്പെടെ 7 അംഗങ്ങളുമാണ് ഉള്ളത്. അടുത്ത 70ാമത്തെ ചോദ്യം നോക്കിക്കേ, സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? എത്ര മുതിർന്ന പൗരന്മാർക്കാണ് മിനിമം താമസ സൗകര്യം നൽകേണ്ടത്? അതെ, 150 ആണ്. ഓപ്ഷൻ സി, 150 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ?
അപ്പൊ നോക്കിക്കേ 70 ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും ഏത് രീതിയിലാണ് PSC ചോദിക്കുന്നത്, SCRTയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. PYQ സീരീസും അതുപോലെ SCRT സീരീസും എല്ലാം നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് കാണുക, നന്നായി പഠിക്കുക. അപ്പൊ എല്ലാവർക്കും മറ്റൊരു സെഷനിൽ കാണുന്നത് വരേക്കും താങ്ക് യു.